ഹായ് നമസ്കാരം, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഒരു വീഡിയോയ്ക്ക് തന്നെ തംബ്നെയിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരേ സമയം ഒരു വീഡിയോയ്ക്ക് 3 തംബ്നെയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ഒന്നിപ്പിഴച്ച 3 അല്ലെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി. അതെ, ഒരു വീഡിയോയ്ക്ക് 3 തംബ്നെയിൽ. നമുക്ക് എപ്പോഴും സംശയമായിരിക്കും, നമ്മൾ ഒരു തംബ്നെയിൽ ഇട്ടിട്ട് ആ തംബ്നെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് കൂടുതൽ വ്യൂസ് വരാത്തതെന്ന്. അതുകൊണ്ട് തന്നെ 3 തംബ്നെയിൽ ഒരുമിച്ച് പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിലൂടെ ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്നല്ല, നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്ന സമയത്ത് 3 തംബ്നെയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ വീഡിയോയുടെ തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാം. അതിൽ നല്ലത് നോക്കിയിട്ട് യൂട്യൂബ് സെലക്ട് ചെയ്തിട്ട് അത് മുഖാന്തരമാണ് പിന്നീടുള്ള വീഡിയോസ്, ആ വീഡിയോ മറ്റുള്ള വ്യൂവേഴ്സിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഒന്നിപ്പിഴച്ച 3 അല്ലെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി എന്നുള്ള ആ ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതേ കണ്ടില്ല, ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ ടൈറ്റിലൊക്കെ കൊടുത്തതിന് ശേഷം, നിങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പുതിയ അപ്ഡേറ്റ്. പണ്ട് നമുക്കിവിടെ ഇവിടെ ഒരു നമ്മുടെ എക്സ്ട്രാ ഓട്ടോ ജനറേറ്റഡ് അല്ലാതെ, ഓട്ടോ ജനറേറ്റഡ് നമുക്ക് 3 എണ്ണം വരും. അതല്ലാതെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ഇതിവിടെ 3 എണ്ണം ഈ നിലയിൽ കാണിക്കുക, ഇവിടെയും ഇതിൻ്റെ ഇപ്പുറത്തുമായിട്ട് 3 എണ്ണവും. അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസൈൻ ചെയ്ത തംബ്നെയിൽ ഇവിടെ നമുക്ക് കൊടുത്തിട്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ തംബ്നെയിൽ നമുക്ക് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഓട്ടോ ജനറേറ്റർ. മുന്നേ ഇതേപോലെ 3 എണ്ണം ഉണ്ടാവും. അതുകൂടാതെ ഇതുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ഒന്നാണ് ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ്, ഒന്നിപ്പിഴച്ച 3 അല്ലെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1, 2, 3 പ്ലസ് ബട്ടൺ കാണുന്നുണ്ടോ? ഇവിടെ 3 സ്ഥലത്ത് നമുക്ക് 3 തംബ്നെയിൽ ആഡ് ചെയ്യാം. നമ്മൾ എപ്പോഴും സംശയിക്കുന്ന കാര്യമാണ് നമ്മുടെ തംബ്നെയിൽ കറക്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഒരു യൂട്യൂബ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നമുക്ക് കൊണ്ടുതരുന്നതിൻ്റെ പ്രധാന ഘടകം ഒന്ന് ടൈറ്റിലാണ്, രണ്ടാമത്തെ തംബ്നെയിലാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഷ്ടാഗ് ഒക്കെ സപ്പോർട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒന്നിപ്പിഴച്ച 3ലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു തംബ്നെയിൽ ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യാണ്. 49 എപ്പിസോഡ് 49ന് ഒരു തംബ്നെയിലായി. അപ്പോൾ ഇത് ഓക്കെ ആവുമെന്ന് അറിയാം. അതിപ്പോൾ അടുത്തത് കൂടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത തംബ്നെയിൽ 49B, ഇത് 49A ആണ്, ഇത് 49B ആയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂടി ക്ലിക്ക് ചെയ്തിട്ട് 3 തംബ്നെയിൽ ഒരു വീഡിയോ ഒക്കെ 49C കൂടി ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ABC എന്ന് ഞാൻ വെറുതെ പേര് കൊടുത്തതാണ് ഒരു ഓർഡറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരേ തരത്തിലുള്ള 3 ഡിസൈൻ ഓൾറെഡി ഈ വീഡിയോക്ക് തംബ്നെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഡണ്ണ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നിപ്പിഴച്ചാൽ 3 അല്ലെങ്കിൽ ഒരു വെടിക്ക് 3 പക്ഷി സംഭവം യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ തംബ്നെയിൽ നന്നായോ മോശമായോ എന്നുള്ള നമ്മുടെ സംശയം തീർക്കുന്ന രീതിയിൽ, നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന രീതിയിൽ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് യൂട്യൂബ് വന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഡണ്ണടിക്കാം, കൈയടിച്ച് പ്രദർശിപ്പിക്കാം, ഡൺ. അപ്പോൾ ആ 3 തംബ്നെയിൽ ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ? 1, 2, 3. ഇത് 3 കൂടി ഒന്നായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 3 തംബ്നെയിൽ ആഡ് ആയിരിക്കുകയാണ്. ഈ 3 തംബ്നെയിലിൽ നിന്ന് ഓരോ തംബ്നെയിലും ഈ യൂട്യൂബ് ഓരോ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കും. അതിൽ നിന്നും ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കുന്ന തംബ്നെയിൽ ഏതാണോ, ഏത് തംബ്നെയിലിനാണോ വ്യൂ കൂടുതൽ കിട്ടുന്നത് പരിശോധിച്ചതിന് ശേഷം യൂട്യൂബ് നമ്മുടെ ഏത് തംബ്നെയിൽ വേണം എന്ന് തീരുമാനിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, കഴിഞ്ഞത് അറിയിക്കൂ. ഓക്കെ.